കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞൊരു സിസ്റ്റം ഒന്നല്ല. അതൊക്കെ ഒരു ജുഡീഷ്യറിയുടെ, പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഒരു ഇൻവെൻഷൻ ആണെന്ന് നമുക്ക് പറയാം. സുപ്രീം കോടതി കണ്ടുപിടിച്ച ഒരു സിസ്റ്റമാണ് കൊളീജിയൻ സിസ്റ്റം എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കുള്ള ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ നിയമിക്കുന്നതിന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ പ്രസിഡന്റിനാണ് ഇങ്ങനെ നിയമിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ നിയമിക്കുന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിട്ട് കൺസൾട്ടേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ഒരു കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്ന വാക്കാണ് പിന്നീട് എല്ലാ പ്രശ്നത്തിലേക്കും നയിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൻ്റെ അർത്ഥം വെറുതെ ഒരു അഡ്വൈസ്, ഒരു ഉപദേശം വാങ്ങുക എന്നാണോ? അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം അത് ബൈൻഡിങ് ആണോ, അതായത് കൺകറൻസ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പിന്നീട് ഉയർന്നു വന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഓരോ ജഡ്ജസ് കേസിലും ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ജഡ്ജസ് കേസാണുള്ളത്. ഒന്ന് ഫസ്റ്റ് ജഡ്ജസ് കേസ് 1981. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ജഡ്ജസ് കേസ്. ഈ ഒരു സെക്കൻഡ് ജഡ്ജസ് കേസ് 1993 അതിലാണ് ഈ ഒരു കൊളീജിയസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസൾട്ടേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൺകറൻസ് ആണ് എന്നാണ് ഈ ഒരു ജഡ്ജസ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. അതായത് ജുഡീഷ്യറിയുടെ അഭിപ്രായം കൂടെ തേടിയതിന് ശേഷം മാത്രമേ അവിടെ എന്താക്കൂടൂ, അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തിക്കൂടൂ. അപ്പോൾ അവിടെ ഈ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ അല്ല ഉദ്ദേശിക്കുന്നത്. മീൻസ് കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ അല്ല, മറിച്ച് അവിടുത്തെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിൻ്റെ, അതായത് 2 ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരുടെ അഭിപ്രായമാണ് വാങ്ങേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ജഡ്ജസ് കേസിൽ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവിടെ എന്തായി, നേരത്തെ നമ്മുടെ ഭരണഘടന പ്രകാരം ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്തുമായി, അതൊരു കൺകറൻസ് ആയി. കൺകറൻസ് പറഞ്ഞാൽ നിർബന്ധിതമായിട്ടും അവരുടെ അടുത്ത് വാങ്ങണം, അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ ഒരു രീതിയിലേക്കും വന്നു. കൂടാതെ ഇവിടെ എന്തായി, ഒരു സിസ്റ്റം വരികയും ചെയ്തു. അതായത് ഇപ്പോൾ 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് എന്ന് പറഞ്ഞു. ഇതിനുശേഷമാണ് തേർഡ് ജഡ്ജസ് കേസ് 1998 നടക്കുന്നത്. ഇതിൽ സുപ്രീം കോടതി ഈ ഒരു കൊളീജിയത്തെ, നമ്മൾ നേരത്തെ 2 പേരെന്ന് പറഞ്ഞതിനെ, അതിനെ 5 മെമ്പർ ബോഡിയായി, പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കൂടാതെ 4 മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരും ചേർന്നിട്ട്, അപ്പോൾ ഈ ഒരു 5 പേര് ചേർന്ന ബോഡിയാണ് കൊളീജിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ജഡ്ജസ് കേസിലാണ് സുപ്രീം കോടതി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതിൽ 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ആ ഒരു സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കൊക്കെയുള്ള ആൾക്കാരെ നിയമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിൻ്റെ അനുമതി അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആളെ മാത്രമാണ്. കാരണം കൺകറൻസ് എന്നാണ് ഇപ്പോഴുള്ള ഇൻ്റർപ്രിട്ടേഷൻ. അവരുടെ അനുമതിയും കൂടെ, അവരുടെ അനുവാദവും കൂടെ വാങ്ങിയതിന് ശേഷം മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിലേക്കുള്ള കൊളീജിയം നോക്കിക്കഴിഞ്ഞാൽ അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടാതെ 4 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഹൈക്കോടതിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൊളീജിയം ഉണ്ടെങ്കിൽ അവിടെ ചീഫ് ജസ്റ്റിസും 4 മോസ്റ്റ് സീനിയർ ജഡ്ജസും, ആ ഒരു കോടതിയിലെ 4 മോസ്റ്റ് സീനിയർ ജഡ്ജസുമാണ് ഉണ്ടാവേണ്ടതുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കൊളീജിയൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് തീരെ താല്പര്യം. കാരണം പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെ, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പ്രസിഡന്റ് നടപ്പാക്കുക. അപ്പോൾ സാധാരണ ഇത്തരത്തിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനം പ്രസിഡന്റ് നിയമിക്കുന്നതാണ്. എങ്ങനെ, നമ്മുടെ ഈ ഒരു പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും നിർദ്ദേശിക്കുന്നതിനനുസരിച്ച്, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നിർദ്ദേശിക്കുന്നതിനനുസരിച്ച്. അവിടെയാണ് ഇപ്പോൾ എന്ത് വന്നത്, ഇവിടെ ഈ ഒരു കോടതിയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കൊളീജിയം സിസ്റ്റം വന്നതോടുകൂടി തന്നെ ഈ ഒരു ജഡ്ജിമാരെ നിയമിക്കുന്നതിന്, ചീഫ് ജസ്റ്റിസിനെയും മറ്റ് സുപ്രീം കോടതിയും ജഡ്ജിമാരെയും നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിൻ്റെ അനുമതി കൂടി വേണ്ടതായിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വളരെ ക്രിറ്റിസിസം ഉള്ളതാണ്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്പെറൻസി ഇല്ല എന്നാണ്. കാരണം ഈ ഒരു കൊളീജിയൻ സിസ്റ്റം എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് വന്നു. കൂടാതെ ഇത് കോടതിയുടെ പൂർണ്ണമായിട്ട്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെയും അവിടുത്തെ ജഡ്ജിമാരുടെയും പൂർണ്ണമായ താല്പര്യത്തിനനുസരിച്ച് വന്നു. കൂടാതെ ഇതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇത് കൂടുതലായിട്ടും
നമ്മുടെ ഈ ഒരു സുപ്രീം കോടതിയിലെയും മറ്റ് ജഡ്ജിമാരെ നോക്കുന്ന സമയത്ത് അവർക്ക് അപ്പോയിൻമെൻറ്റിന് അവർക്ക് നമ്മുടെ ഭരണഘടന പറയുന്ന പ്രൊവിഷൻസ് വെച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് കൂടുതൽ അധികാരം ആരിലേക്ക് വന്നു? കോടതിയിലേക്ക് തന്നെ വരികയാണെന്നത്. അപ്പോൾ ഇതിനെ റീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ, അല്ലെങ്കിൽ NJAC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2015 ഇത്തരത്തിലുള്ള ഒരു NJAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്തു? സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊളീജിയൻ സിസ്റ്റം, ആ ഒരു സിസ്റ്റം വളരെ കാലമായിട്ട് തന്നെ ഓൾറെഡി അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടക്കാണ് ഈ ഒരു NJAC വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇത് വാർത്തയിൽ വന്നിരിക്കുന്നത്? ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജുഡീഷ്യൽ ഡിലേ അല്ലെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേയുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ ഒരു കൊളീജിയൻ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൊളീജിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോടതി ആരെങ്കിലും അപ്പോയിൻമെൻറ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രസിഡൻറ്റും അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയൊക്കെയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവിടെ ആ ഒരു അപ്പോയിൻമെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ഇന്നൊക്കെ വന്ന വാർത്തയിൽ പല കോടതികളിലും പകുതിയിലധികം ജഡ്ജിമാരുടെ, ഹൈക്കോടതിയിലൊക്കെ പകുതിയിലധികം ജഡ്ജിമാരുടെ വേക്കൻസി ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യൽ ഡിലേ എന്ന് പറയുന്നത് വളരെ അധികമാണെന്ന് നമ്മൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് കോടതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ഇത് തീരാനേ പോകുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, എപ്പോഴും മാറ്റിവെക്കലാണ്. അപ്പോൾ ജുഡീഷ്യൽ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രിലവൻ്റ് ആണെന്ന് നമുക്കറിയാം. പല കേസുകളും മാറ്റി വെച്ച് അവസാനം എന്ത് ചെയ്യും? നമ്മൾ പറയാറുണ്ട്, അപ്പോൾ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെലിഞ്ഞൊരാളായിരിക്കും, ശിക്ഷ വിധിക്കുന്ന സമയത്ത് തടിച്ച ഒരാളായി മാറിയിട്ടുണ്ടാവുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭക്ഷണം കഴിച്ച് കാരണം അത്രയും ഡിലേ ആണ് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് നടക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മിത് കോടതിയാണ് കുറ്റം പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ്? ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ കൂടി ജുഡീഷ്യൽ ഡിലേക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ള ഒരു ലിങ്ക് നമുക്ക് ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് കിട്ടുവാണ്. കാരണം നമ്മളെപ്പോഴും ഈ ഒരു ജുഡീഷ്യൽ ഡിലേയെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. കോടതി വൈകുകയാണ്, കോടതിയിൽ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്, കോടതിയിൽ വക്കീലന്മാർക്ക് ഭയങ്കര റോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു കൊളീജിയം റെക്കമെൻഡേഷൻ നൽകിയതിന് ശേഷം അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മടിച്ചു നിൽക്കുന്നത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അല്ലെങ്കിൽ ഗവേണൻസ് ആണ്. നമ്മൾക്കറിയാം ബ്യൂറോക്രാറ്റുകൾ അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക് തന്നെ ഉണ്ട് ഗവേണൻസുമായി ബന്ധപ്പെട്ട്. ആ ബ്യൂറോക്രസിയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള നമ്മുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്, പ്രത്യേകിച്ചും ആരാണ്? പ്രധാനമന്ത്രി, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, കൂടാതെ പ്രസിഡന്റ്. ഇവരാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ അവരുടെ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ ഒരു ഡിലേ വരുന്നത്. ഇത് സ്വാഭാവികമായിട്ട് എന്തിന് സംഭവിക്കും? ഇത് സ്വാഭാവികമായിട്ട് കോടതിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള വ്യക്തമായ കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ഈ ഒരു ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുമായിട്ട് വരുന്നത് എന്നുള്ളതിന് വ്യക്തമായൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എങ്കിലും മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ജുഡീഷ്യൽ ഡിലേ എന്ന് പറയുമ്പോൾ പാരലലി ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ജുഡീഷ്യൽ ഡിലേക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ള ഒരു ടോപ്പിക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും ആ ഒരു NJAC എന്ന് പറയുന്ന ടോപ്പിക്, ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ്റെ കുറിച്ചുള്ള ചിന്താഗതി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്കറിയാം കൂടുതൽ ജഡ്ജിമാർ വേണം, കൃത്യമായിട്ടുള്ള ട്രയലുകൾ നടക്കണം, സമയബന്ധിതമായിട്ട് കേസുകൾ പൂർത്തിയാക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു ബോഡി, അതായത് ഈ ഒരു ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ ഈ ഒരു കൊളീജിയം സിസ്റ്റം നൽകുന്ന റെക്കമെൻഡേഷൻ പലപ്പോഴും ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിന് വേണമെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഓർത്ത് വെക്കുക, ഈ ഒരു NJAC കേസൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ ഈ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ആശയം വന്നിട്ടുണ്ടായിരുന്നു 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു കേസുകളിലൊക്കെ വരുന്ന സമയത്ത് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുകൾ, കോടതികളിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകളിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾ ഓഫ് ദി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒരിക്കലും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് പറ്റുകയില്ല? അത് നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റുകയില്ല. കാരണം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായി
ആവശ്യമാകുന്ന കാര്യങ്ങളൊന്നും മാറ്റം വരുത്താനുള്ള അവകാശം ഇന്ത്യൻ പാർലമെൻറ്റിനില്ല. ഭരണഘടനയിൽ ഭേദഗതി വരുത്തുമ്പോൾ ഈ ഒരു വാക്കുകൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഭേദഗതി വരുത്താനുള്ള അവകാശം മാത്രമാണ് ആർക്കുള്ളത്? നമ്മുടെ പാർലമെൻറ്റിനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോടതിയുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കുന്നത് എളുപ്പമല്ല. കാരണം എന്താണ്? അത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോടതിയുടെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് വരുത്തിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ബോഡി, അതായത് നമ്മുടെ ബ്യൂറോക്രാറ്റുകളും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയാം നമ്മുടെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറിയും ഒക്കെ ചേർന്നിട്ട് ഒരു കോമൺ ബോഡി, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബോഡിയുടെ കൃത്യമായിട്ട് ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റുകൾ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇത്രയും ജുഡീഷ്യൽ ഡിലേ നടക്കുന്ന ഒരു രാജ്യത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാനൽ, അത് പ്രസിഡന്റിന് ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുക, അതിൽ നിന്നും പ്രസിഡന്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചുകൂടി നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജുഡീഷ്യൽ പെൻഡൻസി എന്നതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വാർത്ത ഇപ്പോൾ ഡിസ്കഷനിൽ വരുന്ന സമയത്ത് ജുഡീഷ്യൽ ഡിലേ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ എങ്ങനെയാണ് ജുഡീഷ്യൽ ഡിലേക്ക് കാരണമാവുന്നതെന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന് ഈ ഒരു കൊളീജിയൻ സിസ്റ്റമാണ് ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നതെന്നും കൂടി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൊളീജിയൻ സിസ്റ്റത്തെക്കുറിച്ച് ഒരു ധാരണ വേണം. ഈ ഒരു NGACനെ കുറിച്ചിട്ടൊരു ധാരണ വേണം, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ. അതുപോലെ തന്നെ ഈ ഒരു സുപ്രീം കോടതി ഈ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസിനുള്ള പങ്ക് എന്ന് പറയുന്നത് അതൊരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഐഡിയ വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ഇൻ്റർലിങ്ക് ചെയ്തിട്ട് വേണമെങ്കിൽ UPSCക്ക് ചോദിക്കാവുന്നതാണ്. പ്രിലിമിനറിക്കും ചോദിക്കാം, അതുപോലെ തന്നെ മെയിൻസിനും ചോദിക്കാവുന്നതാണ്. കാരണം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യൽ ഡിലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് കൂടി ഒക്കെ കൂടി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ജുഡീഷ്യൽ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ജഡ്ജസ് കേസ്, സെക്കൻഡ് ജഡ്ജസ് കേസ്, തേർഡ് ജഡ്ജസ് കേസ്, അവയൊക്കെ പ്രധാനപ്പെട്ട കേസുകളാണ്. അവയുടെ വിവരങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊളീജിയൻ സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്.